ചാക്കോ വയനാട്ടിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ചാക്കോ, കേൾക്കാമോ? ചാക്കോ വയനാട്ടിൽ എവിടെയാണ്? ബത്തേരിക്കാരനാണോ? അല്ല, പനമരം. പനമരം. പറയട്ടെ. സാർ പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളെ ഈ ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ബത്തേരിയല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ 10 വർഷമായി ഇവിടെ കേരളത്തിൽ ഭരിക്കുന്നു. കേരളത്തില് ഇപ്പം ഏകദേശം ഒരു 10 വർഷം തികയാനായി. ഇന്നേ വരെ കേരളത്തില് 5 വർഷം UDF, 5 വർഷം LDF എന്ന രീതിയിലായിരുന്നു ഭരണ സംവിധാനം ഉണ്ടായിരുന്നത്. അത് മാറി ഇപ്പൊ 10 വർഷമായി. ഇപ്പം ഈ കേരളത്തില് വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതല്ല, ഇവർ ഇന്നലെ ഏറ്റുമുട്ടിയ കാര്യമാണ് ഈ അതെ, ഇന്നലെ AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരത്തിന്റെ ഒരു വേദിയിലുള്ള ഒരു വിഷയമാണല്ലോ. അതാണ് വിഷയം. ആ വിഷയത്തില് ഇത്രയും പ്രായമുള്ള ഒരു മുഖ്യമന്ത്രി ഇത്ര മണിക്കൂറുകളോളം നീണ്ടു നിന്ന് ഈ കേരളത്തിന്റെ ചരിത്രങ്ങള് അത്രയും ആളുടെ മുമ്പിൽ വെച്ച് പറയാതിരിക്കാൻ പറ്റില്ല. പറയണല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ചരിത്രങ്ങൾ ജനങ്ങൾ ഓർക്കുകയുള്ളൂ, അല്ലെങ്കിൽ മറന്നുപോകും. അപ്പം നല്ല രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അത് നമ്മളെ UDF ഒക്കെ നേതാക്കന്മാരെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് അവിടെ സംസാരിച്ചത്. ഈ സംസാരിച്ചതൊന്നും ഒരു നുണയോ അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങളോ അല്ല. മാറാട് സംഭവമാണെങ്കിലും ഒക്കെ, തലശ്ശേരി കലാപമാണെങ്കിലും ഒക്കെ നമുക്കറിയാം. ഇതൊക്കെ ചരിത്രങ്ങളാണ്. ഇത് ചരിത്രങ്ങൾ, അതിലിരിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന പഠനാത്മകമായിട്ടുള്ള ഒരു നല്ല ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അത് ചാനലുകാരടക്കം അംഗീകരിച്ചിട്ടുണ്ട്. ചാനലുകാർക്കുണ്ടാവുന്ന രാഷ്ട്രീയം, പക്ഷെ അതെല്ലാം മാറ്റിവെച്ചവർ അത് അംഗീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ വർഗീയ കലാപങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ കേരളത്തിലെ ഒരു മതേതര ഇടതുപക്ഷ പ്രസ്ഥാനം ഭരിച്ചാൽ മാത്രമേ നടക്കൂ എന്നതിന്റെ തെളിവ് ഈ 10 വർഷം നമ്മൾ കണ്ടതാണ്. കാരണം ഒരു കലാപങ്ങളോ ഒരു വർഗീയ കലാപങ്ങളോ എവിടെയെങ്കിലും ഇല്ല. ഉണ്ട് എങ്കിൽ ആ നിമിഷം തന്നെ അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഒരു ശ്രമം ഈ ഇടതുപക്ഷ ഭാഗത്തുണ്ട്. അതിന് ശക്തനായ ഒരാളാണ് പിണറായി മുഖ്യമന്ത്രി എന്നുള്ളത് എതിരാളികൾക്ക് പോലും അറിയാം. പക്ഷെ രാഷ്ട്രീയ ആയതുകൊണ്ട് എതിർക്കും, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, തടഞ്ഞില്ല എന്ന സതീശന്റെ ആക്ഷേപത്തിനെ എങ്ങനെയാണ് ശ്രീ ചാക്കോ കാണുന്നത്? അല്ല, സതീശനെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായിട്ടൊന്നും അദ്ദേഹത്തെ പറയുന്നില്ല. അദ്ദേഹം ഇപ്പം എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് അയാൾ സത്യം പറയും, നാളെ അയാൾ നുണ പറയും. ഇപ്പൊ വയനാട്ടിലാണ് വയനാട്ടിലെ ഈ ചൂരൽമലയിലെ വിഷയത്തിലൊക്കെ നമുക്കറിയാം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചുള്ള അയാൾ ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അദ്ദേഹം മതേതരത്തിന് പറയാൻ അർഹനുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, അത് മാറ്റി മാറ്റി പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പിണറായി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി പറഞ്ഞു തന്നെയാണ്. അത് മാറ്റി പറയുന്ന പരിപാടിയില്ല. പറയേണ്ടത് പറഞ്ഞത് ചെയ്യും, ചെയ്യേണ്ടത് മാത്രമേ പറയൂ. അങ്ങനെയുള്ള ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ എല്ലാ ചാനലുകളും മാറ്റി മാറ്റി വെക്കുന്നതും ഇടപെടുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ചൂരൽമലേന്റെ വിഷയമാണെങ്കിൽ ശരി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണെങ്കിൽ ശരി, എല്ലാം മാറ്റി മാറ്റി പറയുകയാണ്. ഞാനിത് മറ്റൊരു പ്രേക്ഷകനോട് കൂടി ചോദിക്കട്ടെ. ബിനോയ് എന്നോടൊപ്പം കൊല്ലത്ത് നിന്ന് ചേരാം. ബിനോയ് കോൺഗ്രസ്സുകാരനാണ്. ഒരു CPM കാരൻ്റെ പ്രതികരണമാണ് ഞാനിപ്പോൾ കേട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത്. മാറ്റി മാറ്റി പറയുന്നു പ്രതിപക്ഷ നേതാവ്, ഒരേ വാക്ക് പറയുന്നു പിണറായി വിജയൻ. കലാപങ്ങളില്ലാത്ത കേരളം സൃഷ്ടിച്ചു പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഉറച്ച നിലപാടാണ് എന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ ചാക്കോ പറയുകയാണ്. ശ്രീ ബിനോയ്, അതിനോട് യോജിക്കുമോ? നമസ്കാരം. ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്ന ഒരാളല്ല. കാരണം ഇന്നലെ ഇതുപോലെ ഒരു വേദിയിൽ മുഖ്യമന്ത്രിയാണ് ആദ്യം തുടക്കമിട്ട് സംസാരിച്ചത്. 10 വർഷമായിട്ട് കലാപം, വർഗീയ കലാപം ഒന്നും ഞങ്ങളുടെ ഭരണകാലത്തില്ല, UDF ആയിരുന്നെങ്കിൽ കലാപം ഉണ്ടായിരുന്നു തന്നെ എന്നൊക്കെയാണ് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, മുഖ്യമന്ത്രി ആ വേദി നോക്കിയല്ല സംസാരിച്ചത്. പക്ഷെ പ്രതിപക്ഷ നേതാവ് കൊടുത്ത മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞതെന്തുവാ, ഞങ്ങൾ വർഗീയവാദിയെ കാറിൽ കയറ്റത്തില്ല. അതായത് പ്രസംഗം മാത്രം പോരാ, പ്രവൃത്തിയിലും ഉണ്ടാവണം. പക്ഷെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം അഴിമതിയോടൊപ്പവും BJPയോടൊപ്പവും സംഘപരിവാറിനോടൊപ്പവും ചേർന്നാണ് ഇപ്പോൾ അദ്ദേഹം ഭരിക്കുന്നത്. അദ്ദേഹം BJPയുടെ ഇവിടുത്തെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളായി മാറിയിരിക്കും. കാരണം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് എടുത്തെടുത്ത് പറഞ്ഞു, അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിന്റെ പ്രവീൺ തൊഗാഡിയയാണെന്ന്. അപ്പൊ അത് കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, കാറിൽ കയറ്റത്തില്ല, ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്ന് തന്നെയാണ്. ഇതുവരെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അത് തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? അദ്ദേഹത്തിനെ കാറിൽ കയറ്റിയത് തെറ്റാണ്,
അദ്ദേഹത്തിനോടുള്ള നിലപാട് മറ്റ് സമൂഹങ്ങളോടും സമുദായത്തിനോടും വെള്ളാപ്പള്ളിയുടെ നിലപാട് തിരുത്തണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്തത് കൊണ്ട് അത് വേദിയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്. അത് തന്നെയാണ് സമയം നമ്മുടെ അതിക്രമിക്കുന്നത് കൊണ്ടാണ്. ഏതായാലും അങ്ങ് അഭിപ്രായം വ്യക്തമാക്കി പറഞ്ഞു. അപ്പൊ ഇത് ഗൗതം എന്നോടൊപ്പം ഉണ്ട്. അപ്പൊ ഇതൊരു ഗൗതം ഒരു ഇടതുപക്ഷക്കാരനാണ്. ഗൗതം മനു, ആ ഇദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. ഈ വി ഡി സതീശനല്ലേ ഗോൾവാൾക്കറെ മുന്നിൽ പോയി വിളക്ക് കൊളുത്തിയത്? അപ്പോ ഇതുമായി ബന്ധപ്പെട്ട അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ മാറ്റി മാറ്റി പറയുന്ന ആളല്ല മുഖ്യമന്ത്രി എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? തീർച്ചയായും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ തങ്കച്ചൻ കൂടി എന്നോടൊപ്പം ചേരുന്നു, കോട്ടയത്ത് നിന്നാണ്. ശ്രീ തങ്കച്ചൻ. നമസ്കാരം സാർ. ഈ ഇടതുപക്ഷക്കാർക്ക് മതേതരത്വം എന്ന് പറയുന്നത് വെറും പൊള്ളയായ വാക്കാണ്. കാരണം സഖാവെന്ന വാക്കിന്റെ അർത്ഥം സാറിനറിയാമെങ്കിൽ തീർച്ചയായിട്ടും സാർ ഇത് പറയല. കാരണം സഖാവെന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ജാതിഭേദം ഇന്ന് വർഗീയ ചിന്താഗതിയില്ലാത്ത രക്തബന്ധത്തിനുപരിയായ സാഹോദര ബന്ധത്തിനുപരിയായ ബന്ധമാണ് സഖാവെന്ന് വിളിക്കുന്നത്. അത് സഖാവ് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല ഏവർക്കും വിളിക്കാവുന്ന വാക്കാണ്. അതിവർ പാലിക്കുന്നുണ്ടോ? ഇല്ല. അവർ അമ്പലങ്ങളിലാണെങ്കിലും പോകരുത്, പള്ളിയിലാണെങ്കിലും പോകരുത് എന്നൊക്കെയാണ് പറയുന്നത്. അതിനുപരിയായിട്ട് പി ജോസഫിനെ ആദ്യമായിട്ട് LDP ചേർത്തപ്പം മതത്തെ തള്ളി പറഞ്ഞു വരണമെന്ന് പറഞ്ഞൊരു നേതാവാണ് DMS ജനറൽ സെക്രട്ടറി DMS. അങ്ങനെയാണ് പി ജോസഫിനെ 87 ഓർമ്മ പി ജോസഫിനെ LDFിലേക്ക് ചേർക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ പറയുന്ന പിണറായി വിജയനെ എന്താണ് പറയാനുള്ള ധാർമ്മികത? അതിനുപരിയായി സാറ് ഏത് ജാതി ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, സാറിന് മക്കളെ വിവാഹം കഴിക്കുമ്പോൾ സാർ തീർച്ചയായിട്ടും ജാതിപരമായി ചിന്തിച്ച് സ്വന്തത്തിൽ ജാതി ഒരു കുട്ടിയെക്കൊണ്ടിൽ വിവാഹം കഴിക്കുള്ളൂ. ആണായാലും പെണ്ണായാലും വിവാഹം കഴിക്കുള്ളൂ. അത് അവന്റെ പണമോ പദവിയോ നോക്കില്ല. തീർച്ചയായിട്ടും എന്റെ ജാതി നിലനിൽക്കണം, എന്റെ കുടുംബം നിലനിൽക്കണം, എന്റെ പാരമ്പര്യം നിലനിൽക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും വർഗബോധം സാറും കാണിക്കും, ഞാനും കാണിക്കും. ഈ അത് ശ്രീ തങ്കച്ചൻ മാത്രമേ കാണിക്കുള്ളൂ. എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. ഞാൻ ജാതി നോക്കിയല്ല കല്യാണം കഴിച്ചത്. എൻ്റെ അച്ഛനും ജാതി നോക്കിയല്ല കല്യാണം കഴിച്ചത്. എൻ്റെ ഭാര്യയും ജാതി നോക്കിയല്ല കല്യാണം കഴിച്ചത്. അവരുടെ അച്ഛനും ജാതി നോക്കിയല്ല കല്യാണം കഴിച്ചത്. അങ്ങനെ ജാതി നോക്കി കല്യാണം കഴിക്കുന്ന ഒരു രീതി എനിക്കില്ല. അത് അങ്ങക്ക് അത് എൻ്റെ അതിലെന്നെ കൂട്ടണ്ട. ഞങ്ങൾ മനുഷ്യൻ ആയി ജീവിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. സാറിനെ കൊണ്ടടിക്കാൻ ഞാൻ പറയുന്നത് എല്ലാവരും നോക്കി അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുക. നമുക്ക് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യൻ, അവരുടെ മൂല്യം, വിദ്യാഭ്യാസ യോഗ്യത, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് ഞാൻ എൻ്റെ മോള് കല്യാണം കഴിക്കാറായി ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളതും അവരോട് എപ്പോഴും സംസാരിക്കാറുള്ളതും അങ്ങനെയാണ്. ഒരാളെ ജീവിതത്തിൽ വേണമെന്ന് തോന്നുമ്പോൾ അത് നല്ല വിദ്യാഭ്യാസവും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ കൂടി നല്ല കാഴ്ചപ്പാടുകളും ഒരു പുരോഗമന ചിന്താഗതിയും ജീവിതത്തെ കുറേ കൂടെ പോസിറ്റീവായി നേരിടാൻ കഴിവുള്ള, എപ്പോഴും കൂടെ നിൽക്കുന്നു എന്ന് ഉറപ്പുള്ള, ദുർഘട ഘട്ടങ്ങളിൽ ഒരു തുണയായി ഉണ്ടാകുമെന്ന് കരുതുന്ന ഒരാൾക്കൊപ്പമാണ് ജീവിക്കേണ്ടതെന്നാണ് ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അതാണ് യഥാർത്ഥമായി ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ ജാതി നോക്കി കല്യാണം കഴിക്കാൻ എൻ്റെ ജാതി നിലനിൽക്കണമെന്നും എനിക്ക് ഒരാഗ്രഹവുമില്ല. അത് സാറിന്റെ നിലപാട്, സാറിന്റെ സത്യത്തിന്റെ സാറിന്റെ നിലപാടും സാർ പറയുന്നത്. ശരി, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു കോളറും കൂടി ഉണ്ട്, കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇതിനിടയിൽ അപ്പോൾ ആ ഒരു തർക്കം അങ്ങനെ വന്നു. അത് അത്രയേ ഉള്ളൂ. ആ പ്രശ്നം അവിടെ പറഞ്ഞു തീർക്കണം. ഏതായാലും ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. അപ്പോൾ പ്രേക്ഷകർ പക്ഷേ വലിയൊരു വിഭാഗം വി ഡി സതീശനെയാണ് പിന്താങ്ങുന്നത് എന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. 88% ആളുകൾ വി ഡി സതീശനൊപ്പമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.